ഏതുവഴിയായിരിക്കും ദേവൂട്ടി അമ്പികമ്മ പോയത്? ആ അതെ അതെ. എന്താ എന്താ പറഞ്ഞത്? സോറി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. എടി, ആ സാധുക്കളെ ഇവിടുന്ന് ഓടിച്ചു വിട്ടപ്പോ നിനക്ക് സമാധാനമായോ ശ്രീകലെ? എന്താ നിന്റെ അധിക്ഷേപിക്കലും അട്ടഹാസവും സഹിക്കാൻ വയ്യാതെയാവും ദേവൂട്ടി അംബികയും കൊണ്ട് പോയത്. അവര് പോയെങ്കിൽ അത്രയും നന്നായിന്ന് ഞാൻ പറയുള്ളൂ. ആ ശല്യങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി അവര് പോയതിൽ അമ്മയ്ക്ക് അത്ര വിഷമം ഉണ്ടെങ്കിലേ അമ്മ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കേ. നീ എന്നെ അങ്ങനെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയൊന്നും വേണ്ട. അവരെ എവിടെ പോയി കണ്ടുപിടിക്കണമെന്നും എങ്ങനെ താമസിപ്പിക്കണമെന്നും അറിയാവുന്ന ഒരാളുണ്ട് ഇവിടെ. നിന്റെ മോൻ സന്ദീപ്. അവൻ പോയി അവരെ കൂട്ടിക്കൊണ്ടിങ്ങോട്ട് വരും. അപ്പോഴും ഈ വീറും വാശിയൊക്കെ ഉണ്ടാവണം നിന്റെ മുഖത്ത്. എന്താ ശ്രീലാമ, എന്താ പ്രശ്നം? ആ വഴി പിഴച്ചവളും അവളുടെ കൂടെയുള്ളവരെ ഇറങ്ങിപ്പോയതിനിപ്പോ ഞാനാ അമ്മയുടെ കയ്യിൽ നിന്ന് പഴി കേൾക്കേണ്ടി വരുന്നത്. അവര് ചിലപ്പോ മൂകാംബികയിലേക്ക് തിരിച്ചു പോയതാണെങ്കിലോ? എവിടെയെങ്കിലും പൊക്കോട്ടെ. നമ്മളാരും പറഞ്ഞു വിട്ടതല്ലോ, സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ. ദൈവദോഷം പറയരുത് ശ്രീകലെ. നിന്റെ കുത്തുവാക്കുകൾ കേട്ട് സഹികെട്ട അവരിവിടുന്ന് പോയത്. പിന്നെ അന്യ പുരുഷന്മാരെ വീട്ടിൽ വിളിച്ച് കയറ്റിയവളെ ഞാനെന്താ പൂവിട്ട് പൂജിക്കണോ? അതിന് ഒത്താശ ചെയ്തവള് പരസ്യമായിട്ടല്ലേ എന്നെ തല്ലിയത്. അപ്പോഴൊന്നും ആരുടെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ. അത് ശരി, ശ്രീലാമ വീണ്ടും പഴയതിൽ ഉറച്ചു നിൽക്കുകയാണോ? കുറച്ചു മുന്നേ പറഞ്ഞു ദേവൂട്ടി പാവമാണ്, അവൾ ഒരിക്കലും വഴി പിഴച്ചവളല്ലെന്ന്. ഇപ്പൊ എന്താ വീണ്ടും മാറ്റി പറയുന്നത്? സാറിന്റെ ഭാര്യ വക വേച്ചുകളന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സാറിന്റെ അമ്മ തന്നതാ എനിക്ക് കൊട്ടേഷൻ. മോനെ, നീ ഇതാരെയും കാണിക്കരുത്. എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം. ശ്രീലാമ്മ ആകെ കിളിപോയ അവസ്ഥയിലാണല്ലോ. നീ സത്യമാ പറഞ്ഞത്. കിളി പോയ അവസ്ഥയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ആ നശിച്ചവളും കൂടെയുള്ള ആ സ്ത്രീയെ ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് പോയ കിളിയെല്ലാം തിരിച്ചു വന്നു. അങ്ങനെങ്ങ് സന്തോഷിക്കാൻ വരട്ടെ. ദേവൂട്ടിയെ അംബികയെ അന്വേഷിച്ച സന്ദീപ് പോയിരിക്കുന്നത്. ഇനി അവരുമായിട്ടല്ല അവൻ തിരിച്ചു വരുന്നതെങ്കിൽ അത് ഈ വീട്ടിലുണ്ടാക്കാൻ പോകുന്ന കോളിലൊക്കെ എന്തൊക്കെയാണെന്ന് നീയൊന്ന് ഓർത്തു നോക്ക്. അവന്റെ ഓരോ ചോദ്യത്തിനും എണ്ണി എണ്ണി നിനക്ക് ഉത്തരം പറയേണ്ടി വരും. ദേവൂട്ടി പോയതുകൊണ്ട് ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാ ചെയ്യുന്നത്. അത് ഓർത്തോ നീ. നിർത്ത്.
അങ്ങോട്ട് നോക്കി. ഇതേതാടത്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നമുക്കൊന്ന് മുട്ടി നോക്കാം. ചേച്ചിയെ എങ്ങോട്ട് പോകാനിരിക്കുവോ? അതെ, എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഉണ്ടാക്കാം. അത് നടുക്കിരുന്നാ മതി. നമുക്ക് 3 ആൾക്കൂടെ ഒരുമിച്ചിരുന്നങ്ങ് പോവാം. വരുന്നോ? എടാ, ഇവരെന്തോ കിളി പോയ കേസാന്ന് ആ, തോന്നുന്നു. അത് സാരമല്ലോ, നമുക്ക് എന്തായാലും ഒന്ന് മുട്ടി നോക്കാം. ചോദിക്കേ. അതെ, രാത്രി വെറുതെ നടന്നു പോകണ്ട. നമുക്ക് ബൈക്ക് ജോളിയായിട്ടങ്ങ് പോവാന്നേ. ചിലർ എത്ര വേണമെങ്കിലും തരാം.